യുവനടി റിനി ആൻ ജോർജിന് നേരെ വധഭീഷണി. ബലാത്സംഗ കേസുകളിലെ പ്രതിയായ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA തൊട്ടാൽ കൊന്നുകളയും എന്നാണ് വീടിന്റെ മുൻപിലെത്തിയ രണ്ടുപേർ ഭീഷണിപ്പെടുത്തിയത്. തന്റെ വീടിന്റെ ഗേറ്റ് തകർക്കാൻ ശ്രമം ഉണ്ടായെന്നും റിനി ആരോപിക്കുന്നു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇന്നലെ രാത്രി 9 മണിക്ക് ശേഷമാണ് ഈ സംഭവങ്ങൾ നടന്നത്. പറവൂരിലെ വീടിന് മുന്നിൽ ആദ്യം ഒരു 2 വീലറിൽ ഒരാൾ വരികയും ഗേറ്റ് തകർത്ത് അകത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയും ചെയ്തു. എന്നാൽ റിനിയുടെ വീട്ടുകാർ ആ സമയത്ത് പുറത്തിറങ്ങിയതോടെ പ്രതി അവിടെ നിന്നും കടന്നു കളഞ്ഞു. പിന്നീട് രാത്രി 10 മണിയോടെ മറ്റൊരാൾ വീടിന് മുന്നിലേക്ക് എത്തുകയും വധഭീഷണി മുഴക്കുകയുമായിരുന്നു. പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് അന്വേഷണം നടക്കുന്നത്. കഴിഞ്ഞ ദിവസം നേരിട്ട ഈ അനുഭവത്തെക്കുറിച്ച് റിനി പറയുന്നത്, ഇരുചക്ര വാഹനത്തിൽ എത്തിയ അക്രമികൾ വധഭീഷണി മുഴക്കുകയും അസഭ്യം പറയുകയും ചെയ്തെന്നാണ്. രാത്രി സമയം ആയതുകൊണ്ട് തന്നെ അവരുടെ മുഖം വ്യക്തമായില്ലെന്നും റിനി പറയുന്നു. നേരത്തെ സാമൂഹിക മാധ്യമങ്ങളിലൂടെയും അല്ലാതെയും ഇത്തരം സന്ദേശങ്ങൾ തനിക്ക് ഒരുപാട് വന്നിരുന്നു. എന്നാൽ അതൊന്നും താൻ കാര്യമാക്കിയിരുന്നില്ല. പക്ഷേ നേരിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന് ഭീഷണിപ്പെടുത്തിയപ്പോൾ കഴിഞ്ഞ ദിവസത്തെ സംഭവം തന്നെ ഭയപ്പെടുത്തുന്നു എന്നാണ് റിനി പറയുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആരോപണങ്ങൾ ആദ്യമായി നേരിടുന്നത് റിനിയിൽ നിന്നാണ്. ഒരു യുവ നേതാവിൽ നിന്ന് മോശം അനുഭവം ഉണ്ടായെന്നുള്ള റിനിയുടെ വെളിപ്പെടുത്തലായിരുന്നു രാഹുലിനെതിരെ കോൺഗ്രസിന്റെ നടപടികളിൽ കലാശിച്ചത്. ഒരു യുവനേതാവ് തനിക്ക് അശ്ലീല സന്ദേശം അയച്ചുവെന്നും അതിനെതിരെ പ്രതികരിച്ചപ്പോൾ ഹൂ കെയേഴ്സ് എന്നായിരുന്നു അയാളുടെ ആറ്റിറ്റ്യൂഡ് എന്നും റിനി അന്ന് പറഞ്ഞിരുന്നു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ പേര് പറയാതെയായിരുന്നു റിനി ഈ കാര്യങ്ങൾ വെളിപ്പെടുത്തിയത്. എന്നാൽ അതോടെ അത് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA ആണെന്ന രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ സജീവമായി. അതിന്റെ പ്രധാന കാരണം അതിനു മുന്നേ സോഷ്യൽ മീഡിയയിൽ രാഹുൽ സ്വീകരിച്ച ഹൂ കെയേഴ്സ് ആറ്റിറ്റ്യൂഡ് തന്നെയായിരുന്നു. അത് ചൂണ്ടിക്കാട്ടിയായിരുന്നു സോഷ്യൽ മീഡിയയിലെ പ്രതികരണങ്ങൾ എല്ലാം തന്നെ. അതിന് പിന്നാലെ രാഹുലിനെതിരെ വെളിപ്പെടുത്തലുമായി കൂടുതൽ പേർ രംഗത്ത് വന്നു. അതിനിടെ തന്നെയായിരുന്നു രാഹുൽ യുവതിയെ ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ഒരു ഫോൺ സംഭാഷണം പുറത്തു വരുന്നത്. യുവതിയെ ഭീഷണിപ്പെടുത്തുന്ന ഫോൺ സംഭാഷണം കൂടി പുറത്തു വന്നതോടെ കോൺഗ്രസ് നടപടികളിലേക്ക് നീങ്ങി. ഒടുവിൽ രാഹുലിനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും പുറത്താക്കുകയായിരുന്നു. സ്ത്രീകളുടെ വിജയത്തിന്റെ തുടക്കമാണിത്. അതിജീവിതമാർ അനുഭവിച്ച ക്രൂരമായ പീഡനത്തിന് അവർക്ക് കിട്ടുന്ന നീതിയുടെ തുടക്കം മാത്രമാണിത്. അവരുടെ സന്തോഷത്തിൽ ഞാനും പങ്കുചേരുന്നു. ഇനിയും അതിജീവിതമാരുണ്ട്. അവരും തങ്ങളുടെ നീതി കണ്ടെത്തണം. ഇപ്പോഴാണെങ്കിലും സ്ത്രീപക്ഷ നടപടി സ്വീകരിച്ചതിൽ പാർട്ടിയോടും പാർട്ടി നേതാക്കളോടും എല്ലാ നന്ദിയും അറിയിക്കുന്നു. ഇതായിരുന്നു രാഹുലിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കിയതിന് പിന്നാലെ റിനിയുടെ പ്രതികരണം. രാഹുൽ മാങ്കൂട്ടത്തിൽ ആരാധകർ ഇനിയും അടങ്ങിയിരുന്നില്ലെങ്കിൽ അത് പാരയായി മാറുന്നത് MLA രാഹുലിന് തന്നെയാണ്. കേസുകൾ ഇനിയും വരാൻ ഉണ്ടെന്നുള്ള ചില സൂചനകളുമുണ്ട്. ആ അവസരത്തിൽ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കുന്ന സംഭവങ്ങൾ ഒഴിവാക്കുന്നത് തന്നെയാണ് രാഹുൽ അനുകൂലികൾക്കും രാഹുലിനും നല്ലത്.